എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വയറിളക്കം അഥവാ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ഹോം റെമഡിയാണ് പറയുന്നത്. 100% റിസൾട്ട് ഉടനടി കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാവുള്ളൂ എന്നൊരു റിക്വസ്റ്റ് ആദ്യം പറയുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളം കൂടി സെലക്ട് ചെയ്യുക. ചില സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് വയറ്റ് പിടിക്കാറില്ല, പ്രത്യേകിച്ച് മോരും മീനും അതുപോലെ തന്നെ പാലും പുളിയുള്ള ഫ്രൂട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻസ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ദഹന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഭയങ്കര ക്ഷീണം, ശരീരവേദന, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിരുദ്ധാഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പിന്നെ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പ്രശ്നം വന്നു, ദഹനം, ലൂസ് മോഷൻ വരുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചില പഴകിയ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും പഴകിയ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ബാക്ടീരിയ വൈറസൊക്കെ ഒരുപാടുണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടാബ്ലറ്റോ കാര്യങ്ങളോ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകാൻ സാധിക്കാത്ത കേസുകളിൽ ഞങ്ങളിവിടെ പലപ്പോഴും ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ കറികൾക്ക് രുചിയും മണമൊക്കെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ജാതിക്കയാണ്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ജാതിക്ക നമ്മൾ ആഹാരത്തിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മാംഗനീസ് തുടങ്ങിയ പോഷക ഗുണങ്ങളാൽ ജാതിക്ക സമ്പുഷ്ടമാണ്. നമ്മുടെ ശരീരത്തിൽ ഉടനീളമുള്ള രക്തയോട്ടം നിയന്ത്രിക്കാനും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളൊക്കെ നീക്കം ചെയ്യാനായിട്ടും നമ്മൾ ജാതിക്ക ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. പക്ഷേ മിതമായിട്ട് മാത്രം വേണം ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാതിക്ക ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും അടുപ്പിൽ, നമ്മുടെ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്കിപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ചെയ്ത് കാണിക്കുന്നത്. ജാതിക്ക നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ വിറകടുപ്പുണ്ടെങ്കിൽ അങ്ങനെ അതിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചൂട് വരണം, അത്രയേ ഉള്ളൂ. നല്ല ഉണക്കായ ജാതിക്കയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറന്തോടായിട്ടുള്ള ബന്ധം വിടും. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ള് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് നന്നായിട്ട് കിടക്കുന്നുണ്ട്. ഉള്ളിലത്തെ പരിപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റി ശരിക്കും ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഈ പുറന്തോടായിട്ടുള്ള ബന്ധം വിട്ട് കിട്ടുള്ളൂ. അപ്പോഴാണ് ശരിക്കും ഉണക്കാവണം. അപ്പോൾ നമ്മളിങ്ങനെ കിടുങ്ങണ ജാതിക്കയായിരിക്കണം എടുക്കണം. ഇത് കണ്ട സൗണ്ട് കണ്ട. ജാതിക്കയുടെ ഈ കൊല്ലത്തെ അവസാനത്തെ ജാതിക്കകളായതുകൊണ്ടാണ് സ്വല്പം ചെറിയ ജാതിക്കകളും കാര്യങ്ങളും. ഇനി നമ്മളിപ്പോൾ ഈ ചൂടാക്കി ചുട്ടെടുത്ത സംഭവത്തിനെ നമുക്ക് ഈ പുറന്തോട് പൊട്ടിച്ച് കളയണം. അതിന് ശേഷം നമുക്ക് ഉള്ളിലെ പരിപ്പാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. വേണ്ട, ചുട്ട കാരണമാണ് പെട്ടെന്ന് പൊട്ടിക്കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അത്ര ആവാവും, ഓവറായിട്ട്. ഇപ്പോൾ ഇതിന് ചൂടുണ്ട്, അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നല്ല ചൂട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെ പൊടിക്കാൻ സൗകര്യമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞങ്ങളിപ്പോൾ പൊടിക്കാൻ പോണത് ഇതിലിട്ട് ശരിക്കും ഇടിച്ച് പൊടിച്ചെടുക്കും. അപ്പോൾ സ്വല്പം പൊടിയിൽ കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ല. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അത് ഏതാ നിങ്ങൾക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. വലിയ ജാതിക്കയാണെങ്കിൽ ഒരെണ്ണം മുഴുവനും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇത്രയും കഴിക്കാം. അപ്പം നമ്മുടെ ജാതിക്ക പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേനാണ്. നമ്മൾ തേൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലേശം കൂടി തേൻ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിങ്ങനെ കോരി അങ്ങോട്ട് കഴിച്ചേച്ചാൽ മതി. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ലൂസ് മോഷൻ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറും. ഒരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ കേട്ടോ. നോ ഡൗട്ട്സ്. അത്രയും റിസൾട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു ഒറ്റമൂലി. അപ്പം ഞാനിത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സ്പൂണിൽ കൂടുതലൊന്നും കഴിക്കണ്ട, കൂടിയ അളവിൽ കഴിക്കണ്ട. ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം മാറിക്കും. പിന്നെ ഈ ജാതിക്കയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. മുഖക്കുരു മാറാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജാതിക്ക പൊടിച്ചിട്ട്
ആ പൊടിയും തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖം ഒന്ന് ചെറുതായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴിയതിന് ശേഷം നമ്മുടെ മുഖത്ത് മുഖക്കുരുള്ള പാട്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മുഖക്കുരു മാറാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ജാതിക്ക ഉപയോഗിച്ചിട്ട് മറ്റൊരു ഹോം റെമഡി ഉണ്ട് കേട്ടോ. നമുക്ക് ഉറക്കക്കുറവൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് പാലെടുക്കുക, പാലിൽ ഒരു നുള്ളു ജാതിക്ക പൊടി ഇട്ട് വെക്കുക. നമ്മളൊരു ജാതിക്ക പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പ്രയോഗിക്കാം. എന്ന് വെച്ചാൽ സ്ഥിരമാക്കണ്ട. അപ്പൊ ഒരു നുള്ളു കേട്ടോ, ഒരു നുള്ളു ജാതിക്കപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കുടിക്കുക. നല്ല സുഖമായിട്ട് ഉറങ്ങാനും മാനസിക സമ്മർദ്ദം അകറ്റാനും നല്ല ഒരു ഉന്മേഷം കിട്ടാനും ഒക്കെ സഹായിക്കും. ഒരുപാട് ഗുണമുണ്ട്. നമ്മുടെ ഹോർമോൺ നിലയിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നല്ലൊരു സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡി കൂടിയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കൊച്ചു ടിപ്സുകൾ ഇതുപോലെ നല്ല സക്സസ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് പിന്നെ ആരൊക്കെ ഉപയോഗിക്കരുതെന്ന് ചോദിച്ചാൽ ഗർഭിണികൾ, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരൊന്നും ഇത് കൂടിയ അളവിലൊന്നും കഴിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ജാതിക്ക. അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഉള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉത്തമം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.